ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു യാത്രയാണ് ഇത്. അതായത് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ 2 മണിക്ക് പുറപ്പെട്ടു. ചാവക്കാട്ടേക്കാണ് ഈ യാത്ര. 2 മണി മുതൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാം വില്ല, അതേപോലെ തന്നെ 4 മണിക്കാറ്റ്, പിന്നെ ചാവക്കാട് ബീച്ച്, അതും കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂരിലെത്തുക. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആദ്യത്തെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കൂടെയുള്ള എല്ലാവരും. വളരെ കുറച്ച് പേരെ ഇന്നത്തെ ഈ യാത്രയിലുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതേ ഫാം വില്ലയിലേക്ക് എൻട്രി ആവുകയാണ്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇത് ഞാൻ പ്രത്യേകം ഇങ്ങനെ കാണിക്കാൻ എന്താണ് കാരണം എന്നറിയോ? അതായത് ആദ്യം ഇത് തുടങ്ങിയ സമയത്ത് 100 രൂപയായിരുന്നു ചാർജ്. പക്ഷേ ഇപ്പോൾ ആളുകളൊക്കെ കൂടുതലായതുകൊണ്ട് 150 രൂപയാക്കി. അപ്പം അത് അറിയാത്തവർക്ക് വേണ്ടി ഞാനത് കാണിച്ചത് കേട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒട്ടകമാണ്. ഒട്ടകത്തിനുള്ള ഭക്ഷണമായിട്ടൊരു പയ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് തന്നു. നമുക്കത് ഇവർക്ക് കൊടുക്കാം. മറ്റുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലെ പാർക്കിൽ വരെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ മൃഗങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല അല്ലേ. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് കുറേ വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതുമാണ് വേറൊരു പ്രത്യേകത. പിന്നെ ഇവിടെ ആരാണ്? അവിടെ കുതിര പിണങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. അതായത് ഇപ്പം നല്ല നട്ടുച്ചയാണ്. ഇപ്പം നമ്മളിവിടെ എത്തിയ സമയം 3 മണിയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു കഴുത. ഇവിടെ അങ്ങനെ കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട്. സാധാരണ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു മയക്കത്തിലൊക്കെ ആയിരിക്കും അല്ലേ. കാരണം ഉച്ചത്തെ ഒരു ചൂട്, നമുക്ക് തന്നെ ചൂട് താങ്ങാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഒരു ചെറിയ ട്രിപ്പ് ആക്കാൻ തന്നെ എന്താ കാരണം എന്നറിയോ? അതായത് പകല് നമുക്കിപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാമെന്ന് പറയുന്നത് കുറച്ച് ചൂടിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് വല്ലാണ്ട് ഉണ്ട്. അപ്പം നമ്മളൊരു ഈവനിങ് ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു കുഞ്ഞു യാത്ര, ഏറ്റവും കുഞ്ഞു യാത്രയാണ് ഇപ്പോൾ ഈ സംഘടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ കുറേ ആളുകളാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കുറച്ച് പേര് പുതിയവരുമാണ്. നല്ല ഭംഗിയുള്ളൊരു പശുവല്ലേ, നല്ല കുറിയൊക്കെ തൊട്ട് അമ്പടാ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതൊക്കെ കണ്ട് അടുത്ത സ്ഥലം എന്താണ്? ഇവിടെ ചെറിയൊരു പോണ്ടൊക്കെ ഉണ്ട്. വളരെ കുഞ്ഞൊരു സ്പേസാണ് കേട്ടോ. പക്ഷേ ആ കുഞ്ഞ സ്പേസിൽ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഇവിടെ അങ്ങനെ വെയിലും ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത്ര ഒരു വലിയ കുഴപ്പമില്ല. വളരെ ചെറുതായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. അത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ചെറിയ കുഞ്ഞ് ഹട്ട് പോലെ ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഇവിടെ വിദേശങ്ങളിൽ നിന്ന് ഇപ്പം ഇത് കണ്ടില്ലേ, ഇത് ജർമ്മനി കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരൊക്കെ മിക്കതും ഉറക്കമായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സമയമാണ് ഇവിടെ. പിന്നെയും കുഴപ്പമില്ല. ഇതൊക്കെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മുതലുകളാണ് ഇവിടെ കിടക്കുന്നത്. എന്തായാലും മിനി റെക്സ്, പേര് കൊള്ളാം അല്ലേ.
ഇത് നമ്മളുടെ ഗ്ലീന ചേച്ചിയാണ്. കണ്ട പാമ്പിനൊക്കെ കഴുത്തിലിട്ട് എനിക്കെന്തോ ഇത് ചെയ്യാൻ തോന്നിയില്ല. പിന്നെ നമ്മുടെ കൂടെയുള്ള ഈ കുട്ടി പട്ടാളംസ് ഒക്കെ ഇത് ചെയ്യാൻ റെഡിയാണ്. ഒന്നിനൊരു പേടിയില്ല എന്നുള്ളതാണ്. നോക്ക് എന്തൊരു കൂളായിട്ടാണ് ചെയ്യണേ. ഓ തൊട്ട് തലോടിയൊക്കെ നിൽക്കുന്നത്. എന്തായാലും നല്ല രസം. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലേ. കാര്യം ഇത് നമുക്ക് പാമ്പനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൂട്ടിൽ മാത്രമാണ്. പക്ഷേ ഇത് ആഫ്രിക്കയിലുള്ള മുതലാന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്ന ഇത് കാണാൻ വന്നിട്ടുള്ളവരൊക്കെ ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇത് കഴുത്തിൽ ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കാൻ ഇവർക്ക് മടിയുമില്ല കേട്ടോ. അവിടെ ഇങ്ങോട്ടോ. അങ്ങനെ അവിടുന്ന് എല്ലാവരും അതൊക്കെ ട്രൈ ചെയ്ത്. ഞാൻ കുറേ സംഭവങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും കുറേ ആ ടൈപ്പിൽ വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് പിന്നെ യൂട്യൂബ് വീഡിയോയിലേക്ക് അത് പറ്റുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ മിസ്സിങ് ആണ്. നമ്മളുടെ RJ ഷാരി എന്നാണ് ഇൻസ്റ്റാ പേജ്. അപ്പോൾ അതും ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡോറയുടെ പ്രയാണം എന്നാണ് നമ്മളുടെ ഫേസ്ബുക്ക് പേജ്. അപ്പം അതും ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടി കുട്ടി റീലുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. ഇത് അമേരിക്കയിലുള്ള കുരങ്ങനാണ്. അമേരിക്കക്കാർക്ക് കുറച്ച് സൗന്ദര്യം കൂടുതലാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നോക്കതിൻ്റെ മുഖം എൻ്റെ അമ്മ എന്തൊരു ക്യൂട്ടാണല്ലേ. ക്യാമറയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇങ്ങനെ പടപടപടാന്നിങ്ങനെ ചാടി പോയോണ്ടിരിക്കുകയായിരുന്നു. ഫോക്കസ് ചെയ്യാനും പറ്റുന്നില്ല. എൻ്റെ അമ്മ ഒരു കിടിലൻ മുതൽ തന്നെ കേട്ടോ. അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ചാവക്കാട്ടുള്ള 4 മണിക്കാറ്റിലാണ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതേപോലെ തന്നെ കയാക്കിങ്, ചെറിയ തോണി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വെയിലൊക്കെ ആറിയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും വെയിലൊക്കെ നാറി ആ ഒരു സമയം വളരെ നല്ലതാണല്ലോ. അപ്പോൾ ഏറ്റവും ഇവിടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബോട്ടിങ് തന്നെയാണ്. അപ്പം അതെടുക്കാനാണ് കുറച്ച് പേരൊക്കെ നമ്മളുടെ കൂടെ ഉള്ളവർ ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പം നല്ല രസമുണ്ടല്ലേ. വളരെ ചെറിയൊരു പ്ലേസാണ്, പക്ഷെ നല്ല രസമുണ്ട്. ഒത്തിരി ആളുകൾ ഇന്നിപ്പം ഒരു വർക്കിംഗ് ഡേ ആണ്. ഒത്തിരി ആളുകൾ വരുന്നൊരു സ്പോട്ടും കൂടെയാണ് കേട്ടോ. അപ്പം നമുക്കിനി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. നമ്മളുടെ കൂടെയുള്ള ചിലർ കയാക്കിങ് എടുത്തു, ചിലവർ ഇതേപോലെ വലിയ കുറപ്പം ഒത്തിരി ഗ്രൂപ്പായിട്ടുള്ള ആളുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ വലിയ തോണി എടുക്കാം. നമ്മൾ പിന്നെ അധികം ആളുകളില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഇവിടെ ചാവക്കാടുകാർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും ഒത്തിരി പേരുണ്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട്. ഒരു നല്ല സ്പോട്ടാണ്. നിങ്ങളിതുവരെ നമ്മളിപ്പം അതായത് നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ, ഇപ്പം ഞാനും മിച്ച സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ അടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ പോകാൻ അങ്ങനെ മെനക്കെടില്ല. പക്ഷേ നിങ്ങൾ ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് കാണാം. ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാവക്കാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ടിക്കറ്റ് എടുത്തു, ജാക്കറ്റൊക്കെ ഇട്ടു, നമ്മളിനി പോവാണേ. വയലലപാടും പ്രിയതര ഗീതം ഏറ്റുമോളിടും നാടേ മാറും കാലപ്പുതുമകളും മനസ്സിൽ ഗ്രാമപ്പഴമകളും.
അവിടെ നിന്നും അടുത്ത സ്പോട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ചാവക്കാട് ബീച്ച്. ചാവക്കാട് ബീച്ചിൻ്റെ ആ ഒരു എൻട്രി ഭാഗമാണിത്. നല്ലൊരു കൺജസ്റ്റഡ് ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യമേ ഇവിടെ നിന്ന് ഒരു പയ്യൻ പറഞ്ഞു വണ്ടി അങ്ങോട്ട് അകത്തോട്ട് പറ്റില്ല, അത്രയും തിരക്കാണ് എന്ന്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് മാറി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആയിട്ടോ. അങ്ങനെ നമ്മൾ ചാവക്കാട് ബീച്ചിലെത്തി. എൻ്റെ ഫോണ് ചാർജ് ഇങ്ങനെ തീരാറായതുകൊണ്ട് ഞാൻ എല്ലാവരും അവിടെ വിട്ട് ഒരു കടയിൽ പോയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കവര് കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ബുക്കിങ്ങും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കവരെന്ന് പറയുന്നത് അങ്ങനെ എന്നും കാണാൻ കിട്ടുന്നൊരു സംഭവമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ബുക്ക് ചെയ്തു. 8:30 നമുക്ക് കിട്ടിയിട്ടുള്ള സമയം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തൃശ്ശൂർക്ക് പോവുള്ളൂ. അപ്പം കവര് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ തിരക്കെന്നറിയോ ഇവിടെ. എനിക്ക് 4 ഭാഗം, അതായത് ഇതൊക്കെ വണ്ടി പാർക്ക് ചെയ്യണ ഭാഗം. ഇവിടേക്കൊന്നും നമ്മൾ വന്ന ട്രാവലർ സ്ഥലമില്ല, അതുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ടാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ശനി ഞായർ പോലും അല്ല, എന്നിട്ടും തിരക്ക്. നമ്മൾ തിരക്കൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം സെലക്ട് ചെയ്തത്. ഈ ദിവസം ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ ശനി ഞായറിൻ്റെ കാര്യം പറയണ്ടല്ലോ. എന്തായാലും നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഒരു 7 മണിക്ക് നമ്മൾ അവിടുന്ന് അവസാനിപ്പിച്ച് നമ്മളിതേ പോകുന്ന വഴി ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. ഇതൊരു തട്ടുകട പോലത്തെ ഒരു ഫീലാണ്, പക്ഷേ നല്ലൊരു ആംബിയൻസ്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ കൂടെ ഉള്ളവരാണ് ഇവരെല്ലാവരും കേട്ടോ. എന്ത് മീനാ വാങ്ങിച്ചേ? ചെമ്മീനൊക്കെ മേടിച്ചാ, പല ടൈപ്പ് വാങ്ങിച്ചാ. ചൂര മേടിച്ചു, ചെമ്മീൻ മേടിച്ചു, കിളിമീൻ മേടിച്ചു. നാട്ടിൽ പോയിട്ട് മീൻ കച്ചവടം ചെയ്യാൻ കാവക്കാട് ചെന്നിട്ട് മീൻ മേടിച്ചില്ലേ ചോദിക്കില്ലേ? അപ്പോൾ നമ്മൾ കവര് കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. തോന്നണോ മഴ ചതിച്ചാശാനേ. പക്ഷേ കവര് അത് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് കാണാൻ പറ്റും. കാരണം ഇവിടെ വന്നപ്പോൾ അറിഞ്ഞൊരു സാധനമാണ്. പക്ഷേ മഴ ചതിച്ചു. മഴ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 200 രൂപയാണ് നമ്മളിതിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരത് റീഫണ്ട് തന്നു. പക്ഷേ ഈ വേനൽക്കാലത്ത് ഈ ചൂട്, ഇപ്പോൾ പകൽ നമുക്ക് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. ആ ചൂട് സമയത്ത് നമുക്ക് ഒരു അടിപൊളി മഴയാണ് ഇവിടെ കിട്ടിയത്. അത് നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും മഴ കൊണ്ട് തന്നെ ആസ്വദിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ വീഡിയോ എടുത്തില്ല, അത് ഞങ്ങളുടെ പേഴ്സണൽ സന്തോഷം. എല്ലാവർക്കും അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.